നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള PSC കണ്ടക്ട് ചെയ്ത വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് ഇന്നാണ് പബ്ലിഷ് ആയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കമ്പൈൻഡ് ആയിട്ട് നടന്ന എക്സാം ആണ് സീനിയർ ഡ്രില്ലർ. അതിന്റെ റാങ്ക് ലിസ്റ്റ് 2 ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ 2 റാങ്ക് ലിസ്റ്റുമായി നമ്മുടെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് ടോപ്പ് റാങ്കുകളിലൊക്കെ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. എല്ലാ റിസൾട്ട് വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഒരു അധ്യാപനം എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിനോ ഒരിക്കലും ഇതിനകത്തുള്ള റിസൾട്ടിന്റെ ക്രെഡിറ്റ് നമ്മൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല നേടിയെടുക്കാനായിട്ട്. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമുക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഒട്ടനവധി സ്ട്രെസ്ഫുൾ ടൈമിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ ലെവലൊക്കെ അവർക്ക് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കാൻ ഇരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ കാണുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ നല്ലൊരു റിസൾട്ട് എത്തിപ്പെട്ടത്. സോ അവർ തന്നെയാണ് ഹീറോസ്. ഞങ്ങളുടെ ഹീറോസ് അവർ തന്നെയാണ്. ഒരിക്കലും അവരുടെ കഷ്ടപ്പാടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു റിസൾട്ട് ഒരിക്കലും കിട്ടുകയില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ പരിചയപ്പെടാം. റാങ്ക് നമ്പർ 3 ബാബു സിറിയക്കാണ്. AP അതുപോലെ ലെക്ചർ പോളി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കോഴ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മളുടെ ബാബു സിറിയക്ക് എന്ന് പറഞ്ഞത്. 3ാമത്തെ റാങ്ക് അദ്ദേഹമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. റാങ്ക് നമ്പർ 6 സജീഷ് എസ് ആണുള്ളത്. സജീഷ് എസ് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. നമ്മുടെ ടെക് ഹബിൽ പഠിച്ചിരുന്ന സ്റ്റുഡന്റ് ആണ്. നമ്മളോടൊപ്പം AME മുതൽ പഠിക്കുന്ന ആളാണ്. നമുക്കറിയാം ഇവരുടെ എല്ലാം കഷ്ടപ്പാടും ഹാർഡ് വർക്കും എത്രമാത്രമാണ് നമുക്ക് നല്ലതായിട്ട് അറിയുന്നതാണ്. 6ാമത്തെ റാങ്കാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. റാങ്ക് നമ്പർ 14 മുഹമ്മദ് അഞ്ചൽ M ആണ്. അതുപോലെ 18 ശബരീഷ് ആണ്. 37 സാജിദ്ദീൻ PA ആണ്. ഇത് കഴിഞ്ഞിട്ട് 45ാമത്തെ റാങ്ക് മേടിച്ചിരിക്കുന്നത് നമ്മുടെ ടെക് ഹബിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള റിയാസാർ ആണ്. അതും വളരെ വലിയൊരു സന്തോഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. 53ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ വൈഷ്ണവ് ആണ്. നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. നമുക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. നമുക്ക് ഓഫ്ലൈൻ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കുന്ന, നമ്മളോടൊപ്പം നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. സോ അവരൊക്കെ ഇരുന്ന് പഠിക്കുന്നതും അവരൊക്കെ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ 1-on-1 ആയിട്ട് കാണുന്നതാണ്. ഓൺലൈനിൽ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഡയറക്റ്റ് കാണുന്നില്ല. ഫോൺ വഴി അല്ലെ ഓൺലൈൻ ക്ലാസ് വഴിയുള്ള പരിചയം മാത്രമേ ഉള്ളെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം, ഇവരുടെ നോട്ട്സ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എത്രമാത്രം ആണ് ഇവർ എഴുതിയെടുക്കുന്നത്, എത്രമാത്രം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അധ്യാപനം എന്ന രീതിയിൽ നേരിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിജയത്തിലൊന്നും വലിയൊരു അത്ഭുതമൊന്നും കാണുന്നില്ല, അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. റാങ്ക് നമ്പർ 62 രാകേഷ് ആർ ആണ്. 63 ഗ്രേസ് ബൂൺ ആണ്. 78 അബ്ദുൽ ഷുക്കൂർ MA ആണ്. 122 രാഹുൽ ആർ ആണ്. രാഹുൽ ആർ ഒക്കെ നമ്മുടെ പഴയ സ്റ്റുഡന്റ് ആണ്. കുറേ കോഴ്സുകൾ കുറേ നാളുകൊണ്ട് തന്നെ പഠിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അപ്പം അവരുടെ ആ പ്രിപ്പറേഷൻ എക്സാമിന് കുറച്ച് പുറകിലായി കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകാതെ വീണ്ടും പഠിക്കുന്ന ആ മനസ്സിന് തന്നെയാണ് നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നത്. അടുത്തത് 135 അനൂപാണ്. 151 അല്ലമീൻ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് 145ാമത്തെ റാങ്ക് മേടിച്ചിരിക്കുന്നത് നമ്മുടെ മറ്റൊരു ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ അധ്യാപകനായിട്ടുള്ള സാദിഖ് സാറാണ്. സാറിന്റെ വിജയത്തിലും വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 186 മിഥുൻ PS ആണ്. 163 വിശാഖ് പോയിട്ടിയാണ്. 178 മുഹമ്മദ് നസീഫ് ആണ്. 180 രാഹുൽ PR, 200 നെയ്യം അബ്ദുൽ അസീസ്. ഇതുപോലെ കുറച്ച് ആൾക്കാരോട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിലും ഒരു സ്ഥാപനം എന്ന രീതിയിലും വളരെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് അവരുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളും അവർ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ, ഈ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലോട്ട് വരുന്നതാണ്. നമ്മൾ ജോലി ഉറപ്പിച്ചു, നമ്മൾ ടോപ്പ് റാങ്ക് അടിച്ച് ഫസ്റ്റ് അഡ്വൈസ് കിട്ടുമെന്ന് ഉറപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപനം എന്ന രീതിയിൽ, ഞാൻ മാത്രമല്ല പഠിപ്പിക്കുന്ന ഏതൊരു അധ്യാപനം എന്ന രീതിയിലും ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവർ പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ഒരു നിലയിൽ എത്തുന്നത് കാണുമ്പോഴാണ്. സോ വളരെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഇതോടൊപ്പം തന്നെ റെയിൽവേ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഈ മാസം തന്നെ. RRB JEയുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ, BTech ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾ വളരെ മികച്ചൊരു അവസരമാണ്. ഏകദേശം 7000-ലധികം വേക്കൻസികളാണ് JE പോലുള്ള പോസ്റ്റുകൾക്ക്. അത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം ചേർന്നിട്ടാണെങ്കിൽ പോലും വളരെ വലിയൊരു വേക്കൻസി നമ്പർ തന്നെയാണിത്. അതിന് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് CBT 1 CBT 2 അവൈലബിൾ ആണ്. ഓഫ്ലൈൻ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ CBT 2 പോർഷൻസിന്റെ ക്ലാസ് ആയിരിക്കും. CBT 1 ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനി നമ്മളൊരു പുതിയ ബാച്ചിനെ പറ്റി ഓഫ്ലൈനിൽ നമ്മൾ ആലോചിക്കുന്നില്ല. ഓഫ്ലൈനിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് CBT 2 മെക്കാനിക്കലിനോട്ട് ബന്ധപ്പെട്ട മെക്കാനിക്കൽ ടോപ്പിക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം കൊണ്ട് കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ CPT 1 പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കിയാൽ മതി. അതായിരിക്കും നല്ലത്. കാര്യം CPT 1 ക്ലിയർ ആവാതെ CPT 2 എക്സാം എഴുതാൻ വേണ്ടി പറ്റത്തില്ല. സോ നിങ്ങൾ CPT 1 കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ SSC അതുപോലുള്ള എക്സാമുകളൊക്കെ ബാങ്ക് ടെസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ CPT 1 കടക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് CPT 2 വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അഡ്മിഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. CPT 1 CPT 2 എല്ലാം അവൈലബിൾ ആണ്. ഇതോടൊപ്പം തന്നെ അറിയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് റിസൾട്ട് വന്നിട്ട് മുതൽ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എത്ര അഡ്വൈസ് പോകും, എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ചോദിക്കും. അവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഉടനെ പ്രസിദ്ധീകരിക്കുന്ന AMVA ലെക്ചർ പോളി പോലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ടോപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എനിക്കറിയുന്ന ആൾക്കാർ ഇതിനകത്ത് കുറേ ആൾക്കാർ തന്നെ AMVക്കകത്ത് കയറി പോകുന്നവരുണ്ട്, പോളിക്കകത്ത് കയറി പോകുന്നവരുണ്ട്. അതുപോലെ AP എക്സാമിനകത്തൊക്കെ റാങ്ക് ലിസ്റ്റ് വരുമ്പം ഇതിനകത്ത് ഒരുപാട് പേര് കോമൺ ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനകത്തുള്ള ആൾക്കാർ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. പിന്നെ സീനിയർ ഡ്രില്ലറിനകത്ത് കുറച്ച് ആൾക്കാർ കയറി പോകും എന്തായാലും. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അഡ്വൈസസ് വരാം. ഇപ്പം നിലവിൽ 64 വേക്കൻസികളാണ് റിപ്പോർട്ട് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സീനിയർ ഡ്രില്ലറും 10 താഴെ വേക്കൻസികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ AMV റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പം ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പഠിച്ച ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് വന്നാൽ കുറേ ആൾക്കാർ തന്നെ AMVയിൽ ടോപ്പ് റാങ്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഒരു സാധ്യതത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠിത്തം നിർത്തിയൊന്നും പോകണ്ട. നിങ്ങൾ ഇനി അടുത്ത വരുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് പുറകിലായാൽ ഇതെനിക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ നഷ്ടം എന്നുള്ളത് മനസ്സിലാക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. വിജയം ഒരു ദിവസം നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പഠിച്ചു കയറിയവരൊന്നുമല്ല, ലോട്ടറി അടിക്കുന്ന പോലൊന്നും ജയിക്കുന്നവരൊന്നുമല്ല. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നോ അത്രമാത്രം ടോപ്പ് റാങ്കുകളിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. സോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.